വളരെ സ്വകാര്യമായ ഒരു പ്രതികരണം അമ്മ നടത്തി അവിടെ. എന്താ അമ്മ പറഞ്ഞത്? Behold, the handmaid of the Lord, be it done to me according to thy word. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞിട്ട് അതിൻ്റെ പ്രാർത്ഥന എന്താണ് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ ദാസിയാണ്. ദൈവത്തിൻ്റെ മാത്രം ദാസനാണ്, ദാസിയാണെന്ന് പറയാത്ത വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രയോജനപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനപരത്തിലാണ് അമ്മ പറയണത്, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. തീർന്നില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ദാസിയാണ്? വചനത്തിൻ്റെ ദാസിയാണ്, ദൈവവചനത്തിൻ്റെ ദാസിയാണ്. എന്താണ്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അതാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞത് എന്താണ്? വചനമല്ലേ. അമ്മയുടെ വായിൽ നിന്ന് എന്ത് വന്നാലും അത് ഉടമ്പടിയായിരിക്കും. ഇപ്പോൾ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. അതിങ്ങനെ പുകുരു പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ 5 മണിക്കൂറിനുള്ളിൽ 7000 എന്താ അവർ പറഞ്ഞത്? അവർ ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സ്. ഫ്ലൈറ്റിൽ വെച്ച് അവരെ പിടിച്ചു. എന്താ പിടിക്കാൻ കാരണം? അവരുടെ ബാഗിൽ വെടിയുണ്ട കണ്ടെത്തി. അയ്യോ, വെടിയുണ്ട കണ്ടെത്തിയ കൊച്ചുറാണി ചേച്ചി ഞെട്ടിപ്പോയി. അനൗൺസ്മെൻറ്റാണ് നടക്കുന്നത്. ഉടനെ റഷ് ചെയ്ത് അവിടുത്തെ ചെന്നപ്പോൾ പോലീസ് നിയമപരമായിട്ട് വിമാനത്തിൽ വെടിയുണ്ട, നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മളാണെങ്കിൽ ഉരുകി ചത്തുപാടിരുന്നുണ്ട്. ഈ മനുഷ്യത്തെ ആ സമയത്ത് വിളിച്ചത് എൻ്റെ കൃപാസനം മാതാവേ എന്നാണ് വിളിച്ചത്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഹ്ലാദം ഉണ്ടായി. എന്നുവെച്ചാൽ സ്വന്തം ബാഗിൽ വെടിയുണ്ട കണ്ട് വിമാനത്തിലാണ്, അല്ലാതെ ഇപ്പോൾ ചായക്കടയിൽ ഇരിക്കുമ്പോഴല്ലേ വിമാനത്തിലൊക്കെ വെടിയുണ്ട. നിയമം എന്താണ്? അപ്പത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. അതാണ് നിയമം, രാജ്യത്തിൻ്റെ നിയമം. രണ്ടാമത്തെ എന്താണ്? 14 കൊല്ലം തടവാണ്. എൻ്റെ കൃപാസനം മാതാവേ, എൻ്റെ ദൈവത്തിലെ ഇന്ന് നിങ്ങൾക്ക് വിളിക്കാനൊരു അമ്മയുണ്ട്. ഞങ്ങളിവിടെ രോഗം പിടിച്ചും കഷ്ടപ്പെട്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ ഒത്തിരി സഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കരുത്, ഞങ്ങൾ ചിരിച്ചണിക്കണമെങ്കിലും ഞങ്ങൾ ദൈവം നൽകുന്ന സാഹചര്യങ്ങളോട് വളരെ സന്തോഷകരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതികരിക്കുമ്പോഴൊക്കെ ഉണ്ടാണ് എന്താണ്? ജനങ്ങൾക്ക് ആശ്രയിക്കാനൊരു നാമം. എല്ലാവരും അമ്മയെ തള്ളിപ്പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊക്കെ വളർന്നു വന്നൊരു കാലം, 86 മുതലുള്ള കാലങ്ങളിൽ കരിസ്മാറ്റിക് മേഖലയെപ്പോലും ഞാൻ അവരെ കുറ്റം പറയണില്ല. കാര്യം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ അഭിഷേക തലം, വലിയ ഉപവിയുടെ തലം, വലിയ മാധ്യമത്തിൻ്റെ സുവിശേഷ പ്രവർത്തനം, എത്രയോ ആയിരങ്ങളും കോടികളും കർത്താവിനെ അറിഞ്ഞത് കരിസ്മാറ്റിക് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോഴാണ്. പക്ഷേ ഇവരുടെ ആദ്യ തലമുറയിൽ അമ്മയെ നിഷേധിച്ചത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ കൂടിയുടെ പല ധ്യാനങ്ങളിലും കൊന്ത ചെല്ലാനും മതാനുമ്പി തിരഞ്ഞെടുക്കാൻ പോലും സമ്മതിക്കാത്ത ധ്യാനഗുരുക്കന്മാർ ആദ്യ കാലങ്ങളുണ്ടായിരുന്നു. എത്രയോ അവസാനം 90 കഴിഞ്ഞപ്പോൾ 90, 95, 96 ആയപ്പോഴാണ് പതുക്കെ സഭ ഈ വിഷയം നിരീക്ഷിച്ചിട്ടാണ് അവസാനം അമ്മയെക്കുറിച്ചൊക്കെ ഇവർ പറയാനും ഒരു ക്ലാസ് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാനൊക്കെ പറ്റിയത്. നിങ്ങൾ പഴയ ചരിത്രം നോക്കിയാൽ മതി. പഴയ ധ്യാനഗുരുക്കന്മാർ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത് യേശു ഏക രക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശാശ്വതമായ പ്രാമാണികമായ സത്യത്തെ ശക്തമായ രീതി പ്രഘോഷിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്വർഗീയമായ ദൗത്യം സുവിശേഷത്തെ ഒളിപ്പിച്ച് ദൈവം വെച്ചിട്ടാണ് സഭയെ വളർത്തിയത്. അമ്മയുടെ 102 പ്രത്യക്ഷീകരണങ്ങൾ ഞങ്ങളിപ്പോൾ ഡിവൈൻ ടി വിയിൽ ഗുഡ്നസ് ടി വി ചെയ്യുന്ന മറിയം പ്രത്യക്ഷീകരണങ്ങൾ, നന്മ നിറഞ്ഞ മറിയം, അതുപോലെയുള്ള എല്ലാ ശുശ്രൂഷകളും നമ്മൾ എടുക്കുമ്പോഴേക്കും മനസ്സിലാകുന്നത് അമ്മ സഭയുടെ കൂടെ ജീവനോടെ കൈകോർത്ത് സഞ്ചരിക്കുകയാണ്. എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇത്രയും വിലയുണ്ടായി? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ സൗമ്യനസത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഉത്തരത്തിന് അമ്മ കൊടുത്ത മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി. പിന്നെ വേറെ ഒരു ശക്തിക്കും അവിടെ ഒരു പ്രാബല്യവുമില്ല. ഹെറോദസിൻ്റെ ശക്തിക്കും പ്രാബല്യമില്ല. വേറെ ഒരു ശക്തിക്കും അവിടെ പ്രാബല്യമില്ല. അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ വാക്കെന്താണ്? അത്യുന്നതൻ്റെ ശക്തിക്ക്
പരിശുദ്ധാത്മാവിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനം അതുപോലെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ഉടമ്പടി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തില്ലായ്മ വന്നാലും, ഏത് തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും, കാലങ്ങൾ മാറി മാറി വന്നാലും, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്, ഒരു സംസ്കാരമാണ്, ഒരു സ്വഭാവമാണ്. ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. കവനന്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ്. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ മറിയത്തിൻ്റെ ഒപ്പം, വചനത്തോടൊപ്പം, മറിയത്തോടൊപ്പം. എന്തുകൊണ്ട് വി പ്രൊക്ലെയിം ദ മേരി? കാര്യം അവരാണ് പ്രകടരൂപം. വചനം സംസ്വീകരിച്ച, വചനം സ്വീകരിച്ച, പരിശുദ്ധാത്മാവിനെ ഏറ്റു ജീവിച്ച, അതിൻ്റെ നിലപാട്, പരിശുദ്ധാത്മേറ്റതിൻ്റെ നിലപാടുകൾ ജീവിതത്തിന് വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് യേശുവിനെപ്പോലെ ശാന്തശീലയായി നിന്ന, തർക്കിക്കാതെ ബഹളം ഉണ്ടാക്കാതെ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച ദൈവ പൈതൽ, അതിനേക്കാൾ വലിയ മാതൃകയുണ്ടോ നമുക്ക്? അതുകൊണ്ട് തന്നെ വചനം, കാര്യം എന്തുകൊണ്ടാണ്? യേശു പൂർണ്ണമായി ദൈവമാണ്, അമ്മ പൂർണ്ണമായ മനുഷ്യനാണ്. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എഴുതി യേശുവിനെ ദൈവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചില ബുദ്ധിക്കിങ്കരന്മാർക്ക് എഴുതി തള്ളാം. ദൈവത്തിലൊക്കെ നടക്കും, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ അമ്മ ദൈവമല്ല, കംപ്ലീറ്റ് ഹ്യൂമനാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് അവർ ദൈവമാതാവായി മാറിയത്, തേകത്തോക്കസായി മാറിയത്. അതിന് അനാദി കാലം മുതലേ ദൈവം എടുത്ത തീരുമാനമുണ്ട്. അമലോത്ഭവം എന്ന അമ്മയുടെ ജന്മം ഉൾപ്പെടെയുള്ള ദൈവമാതൃത്വത്തിലേക്ക് അവളെ വിളിച്ച മനുഷ്യരക്ഷയുടെ ദൈവിക തീരുമാനമുണ്ട്. പക്ഷേ അതെന്ത് തീരുമാനമായാലും ആ തീരുമാനങ്ങളോടെല്ലാം ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ, അത് കൃപയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ശുശ്രൂഷ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയും, എനിക്ക് ഭയങ്കര എന്നെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവം. അപ്പോൾ ഞാൻ അടുത്താടെ നിൽക്കുകയും ഒരമ്മച്ചി വന്നു. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് പറയണില്ല, അവിടെ ബന്ധുക്കളൊക്കെ അത് കേൾക്കുന്ന കാരണമാണ് പറയാത്തത്. അവിടെ ഭർത്താവിൻ്റെ മരണം ഒരു ദാരുണമായ മരണമാണ്. എന്താ മരണം വെച്ചാൽ, അവർക്ക് ഭർത്താവിനെ അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോയി. കൊറോണയാണെന്നും പറഞ്ഞ് ഈ മനുഷ്യനെ അന്നത്തെ രീതിയിലുള്ള ക്വാറൻറ്റൈനിലേക്ക് മാറ്റി. ഇന്ന് ക്വാറൻറ്റൈനൊക്കെ ആൾക്കാർ വീട്ടിലാണ് എടുക്കുന്നത്. പക്ഷെ അന്നത്തെ ക്വാറൻറ്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും കൊണ്ടുപോയി, വീട്ടുകാർക്കും വേണ്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാക്സിനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞില്ല, എല്ലാവരും വാക്സിൻ കൃത്യമായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കുറച്ചെങ്കിലുമൊക്കെ നമുക്കൊരു പൊതു ജീവിതം ഉള്ളത്. അനേകം മനുഷ്യരുടെ പ്രാർത്ഥന, കൃപാസനത്തിന് എന്തുമാത്രം പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ലോകത്ത് ആരെങ്കിലും ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന്. കാര്യം പെട്ടെന്ന് വേണമല്ലോ, എമർജൻസി ആയിട്ട് വേണ്ട കാര്യമല്ലേ. ആൾക്കാരിങ്ങനെ മരിച്ചു കൂടിക്കൊണ്ടിരിക്കണം, അത് ഒരു കാലമല്ലേ. നമ്മൾ സൂക്ഷിക്കാനുള്ളത് ദൈവം ബുദ്ധിയും ബോധവും വിവേകവും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴപ്പോൾ വന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നമ്മൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഈ അപ്പച്ചൻ്റെ ബോഡി അവർ കത്തിച്ച് കളഞ്ഞു. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പോയത്? വീട്ടിൽ നിന്ന് പോയത് അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയതാണ്. അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയ ആൾ, ആ അമ്മച്ചി എന്നോട് കരഞ്ഞ് പറയണം, ഞാൻ അവസാനം കാണുമ്പോൾ ഞങ്ങൾ ആരും അടുപ്പിക്കുന്നില്ലായിരുന്നു വെച്ചാന്ന് പറയും. പക്ഷേ അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയത് ആളെ ശ്രദ്ധിക്കാതെ കൊറോണയാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് ഇന്നും അമ്മച്ചി വിശ്വസിക്കണില്ല ആ മനുഷ്യന് കൊറോണ ഇല്ലായിരുന്നു. അത് വീട്ടിൽ ആർക്കും ഇല്ല. കാര്യം നല്ല എനർജറ്റിക് ആയിട്ടിരുന്നൊരു മനുഷ്യനല്ലേ, വളരെ ഹാപ്പി ആയിട്ടിരുന്നൊരു മനുഷ്യൻ. വയറിനൊരു വേദന ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് കൊണ്ടുചെന്നതാണ്. പക്ഷെ കൊണ്ടുചെന്ന കൂട്ടത്തിൽ ആളെ തട്ടിക്കളഞ്ഞ് ക്വാറൻറ്റൈനിലേക്ക്. അവിടെ കിടന്ന ക്വാറൻറ്റൈനിൽ കിടന്ന രോഗികളുടെ രോഗങ്ങൾ പിടിച്ച് ആൾ
കത്തിച്ച് കളയണ അവസ്ഥയിലായിപ്പോയി. അപ്പോൾ കാണാൻ പോലും പറ്റിയില്ലെന്ന് പറയുമ്പോഴേ ഞാൻ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ഉപ്പ് തൂണ് പോലെ നിൽക്കുകയാണ് കേട്ടിട്ട്. എനിക്കാണ് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ നടക്കണമല്ല നമ്മുടെ ലോകത്ത് നിന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയണമെങ്കിലേ, നിങ്ങളുടെ ഭർത്താവാണ് ഇങ്ങനെ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് പോയിട്ട് തിരിച്ച് കത്തിച്ച് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് വാട്ട് ഹാപ്പൻഡ്? അമ്മ എന്താ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് അമ്മ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചോ എന്നാണ് ചോദിച്ചത്. രണ്ടും ചോദ്യം ഒന്ന് തന്നെ. ഞാൻ യേശുവിനോട് സ്നേഹത്തോടെ തന്നെയാണ് ചോദിച്ചത്. കാര്യം എന്താണെന്നറിയാം, ഇതുപോലെയുള്ള സങ്കടക്കാർ ഇനി വന്നാൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുമോ അവരോട്? എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ ആൾത്താരെ കർത്താവിൻ്റെ കാര്യം കെട്ടുകൊണ്ട് ഞാൻ ജീസസ് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന ആൾത്താരെ എന്ന് എൻ്റെ വചനം ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമുണ്ട്. അത് ഗംഭീരമായൊരു വചനമാണ്. ഈ വചനത്തിലൂടെ എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു 10-12 വയസ്സെങ്കിലും ആയെങ്കിൽ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പരിശീലനം നേടണം കേട്ടോ. കാര്യം എല്ലാവരോടും ദൈവം സംസാരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഇങ്ങനെ അളന്നും തൂക്കിയും തരണ വിശുദ്ധിയില്ല. നമ്മുടെ വിശുദ്ധി എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ വരപ്രസാദങ്ങളോടുള്ള ജീവിതത്തിലാണ് വിശുദ്ധി എന്ന് പറയണത്. അതുകൊണ്ടാണ് എപ്പോഴും നിയമങ്ങളെ എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ കർക്കശമായിട്ട് എതിർക്കുന്നത്. നിയമത്താലല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്, കർത്താവിൻ്റെ വചനത്താലാണ്, വിശ്വാസത്താലാണെന്നൊക്കെ പറയണത്. എന്താണ്? വിശ്വാസത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ നിന്നാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ് അങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്ക് കർത്താവ് എന്നോട് പറഞ്ഞത് 17:10 എന്താ 17:10 എന്ന് പറഞ്ഞിരിക്കുകയെന്നറിയോ? അതായത് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയൂ. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്താ കാര്യം? അതിൻ്റെ മുമ്പിലുള്ള കാര്യം പോവാണ്. ഇവർ കർത്താവ് എന്താ പറയണത്? ഫൈനൽ എൻഡ് ഓഫ് ദി പാർട്ട് 14 ഫൈനൽ ചാപ്റ്റർ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിഷയമല്ല. ദൈവത്തിൻ്റെ വിഷയം എന്താണ്? കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? നീ ഇന്ന് ഭർത്താവിനെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. നിൻ്റെ മക്കളെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. പക്ഷേ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ അവരോടുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതിലാണ് നീ സങ്കടപ്പെടേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്താ അതായത് എനിക്ക് ഹിറ്റായത് എന്നുവെച്ചാൽ കർത്താവ് എന്നോടത് സംസാരിച്ചപ്പോഴേ, അതായത് അതെല്ലാവർക്കും വേണ്ടിയുള്ളൊരു വചനമാണ്. അതായത് വാട്ട് എവർ ഹാപ്പൻ ടു അസ് ഇൻ ദ ലാസ്റ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. മറിച്ച് അവർ ജീവനോടെ ഇരുന്ന കാലത്ത് അവരോടുള്ള നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ. എന്താണ്? ഹെവി ടാസ്ക്കാണ്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് വരുന്ന ദാസൻ. ഞാൻ എന്താ ഈ ദാസി എന്നൊക്കെ പറയാൻ കാര്യം, അമ്മ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നത്. അമ്മ തർക്കിക്കാഞ്ഞ കാര്യം അതായിരുന്നു. ഈശോയും തർക്കിക്കാഞ്ഞ കാര്യം, ബേസിക്കായിട്ട് രണ്ടുപേരും സെർവൻ്റ് ഓഫ് ഗോഡാണ്. ഈശോയും സെർവൻ്റായിരുന്നു, ദാസനായിരുന്നു. അമ്മയും ദാസിയായിരുന്നു. അതിന് ബേസിക്കായിട്ട് രണ്ടുപേരും ദാസനായിരുന്നു. എന്തിന് ദാസൻ? ദൈവത്തിൻ്റെ വചനങ്ങളോട്. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ് നിന്നോട് പറഞ്ഞത്? നിൻ്റെ ഭർത്താവിനുള്ള കടമ എന്താണ്? ഭാര്യയുള്ള കടമ എന്താണ്? മക്കൾക്ക് മാതാപിതാക്കളുടെ കടമ എന്താണ് എന്ന് വചനം എന്ത് പറഞ്ഞു? അതനുസരിച്ചാണ് നീ ദാസിയാകുന്നതെങ്കിലേ അവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ നമ്മൾ പല തരത്തിലുള്ള പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനം, പലതരത്തിലുള്ള അഭിഷേക ധ്യാനങ്ങളുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ആർക്കാണ്? അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ബിഹോൾഡ് ഹാഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങയുടെ വചനം പോലെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം
എന്നിൽ നിറവേറട്ടെ എന്ന് ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവിടെ റിസീവ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ആത്മാവിനെ നേടുന്നു. ആത്മാവിനെ നേടാനുള്ള എളുപ്പ വഴിയും അമ്മ തന്നെയാണ്. ആൻഡ് മേരി ഇസ് എ ഷോർട്ട് ഹാർട്ട് ഫോർ ദി അനോയിൻമെൻറ്റ് ഹോളി സ്പിരിറ്റ്. അമ്മ ഒരു കുറുക്ക് വഴിയാണ് ആത്മാവിനെ അഭിഷേകം സ്വീകരിക്കാൻ. എങ്ങനെയാണ് എൻ്റെ വചനം കേട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അതിദാരുണമായ മരണത്തെക്കുറിച്ച് പോലും ദൈവം പറഞ്ഞത് എന്താണ്? എങ്ങനെ സംഭവിക്കാം മനുഷ്യൻ ഈ ഭൂമിയിൽ ഏത് രീതിയിലും അവസാനം, ഈശോയുടെ അവസാനം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അതൊന്നും അല്ല വിഷയം. അതിനേക്കാൾ വലിയ വിഷയമാണ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നീ പാലിച്ചോ ഇല്ലയോ. Behold the handmaid of the Lord, be to done to me according to thy word. നിൻ്റെ വചനം പോലെയാണോ ഞാൻ ജീവിച്ചെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിച്ച വ്യക്തികളെ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് നമ്മൾ വായിച്ചില്ലേ ഐശയുടെ വചനങ്ങളിൽ? 53:12 നമ്മൾ വായിച്ചില്ലേ? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. സങ്കീർത്തനങ്ങളിലുണ്ട് ആ രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ദ ഹെവൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോഴേ നമ്മൾ സ്നേഹക്ഷമ ദയ നന്മ വിശ്വസ്ത ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നിത്യാനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിയാണ്. ക്രിസ്മസിന് കുറേ ആൾക്കാരെ അടിച്ചു പൊളിച്ചില്ലേ? അതാണ്. അത് പെട്ടെന്ന് കെട്ടുപോവുകയും ചെയ്യും. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ അവൻ ആത്മാവിൽ ആനന്ദിച്ചു. ആത്മാവിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അത് നിത്യ വരെ നമ്മൾ എത്തിക്കുന്ന നിത്യതയുടെ അച്ചാരം മാത്രമല്ല, അതിൻ്റെ ഓഹരിയാണ്. നിത്യതയുടെ ഓഹരിയാണ് പരിശുദ്ധാത്മാവ്. അതിനെ നിലനിർത്താനും വളർത്താനുമുള്ള നിലപാടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ അമ്മയെപ്പോലെ ദാസ്യത്വത്തിനായി സമർപ്പിക്കുകയും ജീവിതത്തിൽ കടമ ദൈവത്തിൻ്റെ അനുസ്മരിച്ചു കൊണ്ടുള്ള കടമ സഹജീവികളോട് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായും നിറയണത്. ശ്രുതികടെ ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ നേടുവാൻ, ഞങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിതം മനസ്സിലാക്കി ശിരസ് നമിക്കുവാൻ കൃപയുണ്ടാകും. ആരാധന സദയം തൊടേലേ സുഖമായിടും എന്റെ ഉള്ളം അരികിൽ വരേലേ സദയം തൊടേലേ സുഖമായിടും എന്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുടെ ഒരധ്യായം പറഞ്ഞത്, അദ്ദേഹം ഇപ്പോഴ് നടുവേദനയായിട്ട് വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യൻ ഇപ്പോൾ 25 മീറ്റർ നീളവും വീതിയുമുള്ള നല്ല ആഴമുള്ള ഒരു വലിയ കുളം ഒറ്റക്ക് ഇടുക്കിൽ കുഴിച്ചെന്നാണ് പറഞ്ഞത്. എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? നടുവ് വെട്ടിക്കിടന്ന മനുഷ്യൻ, നടുവിൻ്റെ ധരിച്ച മനുഷ്യനെ ആരാധനയുടെ സമയത്ത് കർത്താവ് സ്പർശിച്ചു. അത് ഞാൻ തറയിൽ ആ സമയത്ത് ഈശോ വെളിപ്പെടുത്തിയത് പറഞ്ഞു. അങ്ങനെയാണ് ആ സെക്കൻഡിന് കറണ്ട് അടിക്കുന്ന പോലെ കർത്താവ് അയാളെ തൊട്ടു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടതാണ്. കൃപാസനത്തിലെ ഇപ്പോഴത്തെ സാക്ഷ്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ കാലത്ത് ദൈവം നൽകിയ ഒരു വരദാനം പോലെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ജീവിക്കാനും ഒത്തിരി സാധ്യതകൾ നൽകിക്കൊണ്ടാണ് ഉടമ്പടി ഓരോ ദിവസവും പുരോഗമിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് ലോ കർശനമായിട്ട് നിങ്ങളുടെ ഇടക്ക് നിങ്ങളുടെ അറിയിപ്പുകൾ നോക്കണം.
കാര്യം ഒമിക്രോൺ ശക്തി പ്രാപിച്ച് ഗവൺമെൻറ് പ്രതിരോധത്തിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിനേക്കാൾ കർക്കശമായിട്ടായിരിക്കും നമ്മളിവിടെ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നതും അതുപോലെ തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ. പക്ഷേ നിങ്ങൾക്ക് അറിയാം, കൃപാസനം എന്ന് പറയുന്നത് ഒരു അൾത്താര ഒതുങ്ങുന്ന ശക്തിയല്ല. ഈ അൾത്താരയിലെ ശക്തിയാണ് കോണ്ടിനെൻ്റുകളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും പോയിട്ട് വിദൂര സംവേദന സൗഖ്യം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന സമയത്ത് ആരാധന പങ്കെടുത്തിരിക്കണം. ആരാധന അങ്ങ് കൂടണം, കൂടിയിട്ട് ഷെയർ ചെയ്യണം. ശരിക്കും ആൾക്കാർക്ക് സന്തോഷത്തോടെ ഷെയർ ചെയ്യണം. സക്രിയായും അമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം സൗമ്യത, സ്നേഹത്തോടെ, വിശ്വാസത്തോടെയാണ് അമ്മ പറയണത്. പക്ഷെ സക്കറിയ അങ്ങനെയല്ല, പൗരോഹിത്യ ഗർവോടുകൂടി പറയുക. കുറച്ച് റീസണും ബുദ്ധിയും ഒക്കെ കയറിപ്പോയി സക്കറിയയ്ക്ക്. പക്ഷെ മാലാഖ കുറച്ച് ചുട്ട മറുപടി കൊടുത്തു. എന്താ പറഞ്ഞത്? ആ പുരോഹിതൻ അൾത്താര എന്നിട്ട് ഒരാൾക്ക് അറിയാൻ പറ്റില്ല ഇവിടെ നിൽക്കണമെന്ന്. പക്ഷെ മാലാഖ പറഞ്ഞു, ഞാൻ ദൈവദൂതനിലെ ഗബ്രിയേലാണെന്ന്. ദിസ് ഈസ് എ വ്യത്യാസം. ഈ വ്യത്യാസം ലോകത്തിൻ്റെ അവസാനം വരെ തുടരും. ദൈവവചനത്തോട് അഡിഹറൻസ്, ദാസിയെപ്പോലെ ദാസനെപ്പോലെ അഡിഹറൻസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയാണ് അവർക്ക് ആവേശം. നമ്മുടെ ആധ്യാത്മികതയിലെ ആവേശം അമ്മയാണ്. ഈശോയെ അനുഗമിച്ച ആദ്യത്തെ ആൾ, ഈശോയെ നൽകിയ ആൾ, ഈശോയെ ലോകത്തിന് കൊടുത്തയാൾ, അതാണ് ഉടമ്പടി. അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് കയറുക. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകാന്തരങ്ങളിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ ഒരു ആളായിട്ട് പോലും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി ഒരു നാക്ക് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. അല്ല, അച്ഛൻ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ അങ്ങനെ ഒന്നും സാക്ഷ്യം പറയേണ്ട പോലും കാര്യമില്ല. കാര്യം എന്താണ്? പ്രവർത്തിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് അമ്മയുടെ മധ്യസ്ഥമാണ്. അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തിൽ കൈവെക്കുക, ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക, നടുവേദനയുള്ളവരും കിഡ്നി വേദനയുള്ളവരും പുറകിൽ കൈവെക്കുക. ഇതൊക്കെ ഇങ്ങനെ കൈവെക്കുക എന്ന് പറയുന്നത് എന്നോട് അമ്മ പറഞ്ഞു തന്നതാണ്. എബ്രാഹത്തിനെ കഴിച്ചപ്പോൾ എബ്രാഹാം ഭൃത്യനെ കൊണ്ട് കൈവെപ്പിച്ചിട്ടാണ്. അത് ഉടമ്പടിയുടെ തന്നെ വേറൊരു അനുഷ്ഠാന രൂപമാണ് കൈവെപ്പ് പ്രാർത്ഥന. അത് തലയിൽ മാത്രമല്ല, ശരീരത്തിൻ്റെ ഏത് വശങ്ങളിലും നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന മേഖലയിലെല്ലാം നിങ്ങൾക്ക് കൈവെക്കാം. അത് എന്ത് മേഖലയായാലും, പാസ്പോർട്ടായാലും വിസ ആയാലും കൃപാസനം അറിയാമല്ലോ, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചാണ് തരുന്നത്. എല്ലാം വെഞ്ചരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ ഈശോയെ കേൾപ്പിച്ചിട്ടാണ് തിരിച്ചു തരുന്നത്. കൃപാസനം പത്രം പ്രത്യേകിച്ച്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശാരീരിക മേഖലകളെല്ലാം, വേദനിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ കൈവെക്കുക. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ജീവനോടെ ജ്വലിച്ചു എന്നുകൊണ്ട് ഇപ്പോൾ മധ്യസ്ഥം വഹിക്കുക. ഈശോ കതിരവനെപ്പോലെ 10,000 കതിര് ചിന്തി നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയ അഭിഷേക സമയമാണ്. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മോശയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ജോഷുവയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, അനേകം മക്കൾ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴും നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കൈവച്ചിരിക്കുന്നു. കർത്താവെ, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോഴേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ ഷുഗർ രോഗികളുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ, മൂത്രം പോകാത്തവരുണ്ട്. കർത്താവ് മൂത്രം കട്ടിയായി പോകുന്നവരും മൂത്രം മഞ്ഞയായി പോകുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈശോയെ, കർത്താവെ, മുടി കൊഴിയുന്നവരെ, ശരീരത്തിലെ കർത്താവ് വ്യത്യസ്തമായ പാടുകൾ വരുന്നവരെ, കുരുക്കൾ വരുന്നവരെ, കഴിക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ചെറിയ ഗർഭപാത്രമുള്ളവർ, കുഞ്ഞ് ഗർഭപാത്രമുള്ളവർ, അത് കാരണം മക്കൾ ഉണ്ടാവാത്തവർ അടിവരെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ബലൂണിനെ പോലെ അത് വീർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതിലേക്ക് കുഞ്ഞുങ്ങളങ്ങ് നിക്ഷേപിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യുന്ന കർത്താവേ, ഈശോയെ, അങ്ങയുടെ തിരുസന്നിധി കർത്താവേ, ഈശോയെ,
ന്യായബദ്ധരായി പോയ മനുഷ്യരുണ്ട് ഈശോയെ. ദൈവത്തിന് നിരക്കാത്ത ബന്ധം ഭാവിയിലത് വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ യേശുവിൻ്റെ നാമത്തെ ബന്ധിക്കപ്പെടട്ടെ കർത്താവേ. യേശുവിൻ്റെ കർത്താവേ, ഈ ജീവിതം കൊണ്ട് കർത്താവേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല കർത്താവേ ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നത്, നിത്യത വരെ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ. ലോകത്തിലെ പാപത്തിൽ നിന്നും കർത്താവേ, മറ്റു പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് അകപ്പെട്ടു പോയവര്, കുരുക്ക് അകപ്പെട്ടിരുന്ന യേശു ഉന്നതമായ നാമത്തിൽ കുരുക്കുകൾ വെട്ടിമുറിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. മദ്യപാന ആസക്തികള്, ലഹരിയുടെ ആസക്തികള്, ജീവിതത്തിന് മറ്റു തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെട്ടിട്ട് പറഞ്ഞ കർത്താവേ, ചെടിനെ ചെവി തുറന്ന പോലെ കർത്താവ് ശരീരത്തിന്റെ ഓരോ കുരുക്കുകൾ, കെട്ടുകള്, യേശു ക്രിസ്തു ഉന്നതമായ എത്ര മാരക രോഗങ്ങൾ, തീരാവ്യാധികള്, ക്യാൻസർ രോഗങ്ങൾ കർത്താവ്, ഇന്ന് ക്യാൻസർ 4ാം സ്റ്റേജ് കർത്താവേ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ട കർത്താവേ, അവർ വിശ്വാസം സ്വീകരിച്ചത് കർത്താവേ ഞങ്ങൾ സാക്ഷ്യമെന്ന് കർത്താവേ. അതുപോലെ അനേകം മക്കൾ കർത്താവ് തീ പാർന്ന പോലെ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം കർത്താവേ അവരിലേക്ക് തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അഗ്നി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കർത്താവേ മക്കളിലേക്ക് കർത്താവെ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിൽ ഉണ്ടാകുന്ന രോഗങ്ങള്, പേശികളുണ്ടാകുന്ന രോഗങ്ങള് കർത്താവ്, പേശികളുണ്ടാകുന്ന രോഗങ്ങള്, കർത്താവ് കോവിഡ് ബാധിച്ച് കിടക്കുന്നവര്, ഒമിക്രോൺ ബാധിച്ച് കിടക്കുന്നവര് കർത്താവ്, വ്യത്യസ്തമായ രോഗങ്ങളെ കർത്താവെ, ശാരീരിക പീഡ അനുഭവിക്കുന്നവരെ, ക്യാൻസർ രോഗികള്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികളെ, വിട്ടുമാറാ തലവേദന ഉള്ളവരെ, തൊണ്ടവേദന ഉള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെ കർത്താവെ, കർത്താവ് ശരീരത്തിന്റെ ഓരോ വിഷയങ്ങളിൽ കർത്താവെ വേദനപ്പെടുന്ന, ജോലിക്ക് പോകാൻ പറ്റാത്തവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാള ദൈവശക്തിയാൽ അവരുടെ വിഷമതകളെ യേശു നാമത്തിൽ മാറിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ കർത്താവായ യേശുമിശിഹായേ, നിരുന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ്, പ്രാഥമികമായി അങ്ങയെ അറിഞ്ഞതിന് ശേഷം കർത്താവെ അങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കർത്താവെ അങ്ങ് വചനം കർത്താവെ എഴുന്നള്ളിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വചനം കൊടുക്കണമേ കർത്താവെ. ഈശോയെ പ്രിലിമിനറി വിശ്വാസത്തിലിരിക്കുന്നവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ കർത്താവ്. അവരെ അനുഗ്രഹിക്കണം കർത്താവെ. സ്രാവ രോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തസാര രോഗികൾ, മൊത്തം വിട്ടുവിട്ട് പോകുന്നത്, മൊത്തം നിയന്ത്രണമില്ലാതെ പോകുന്നത്, മലം നിയന്ത്രണമില്ലാതെ പോകുന്നവരെ കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്നും പഴുപ്പുകളും കർത്താവ്, ചെവികളിൽ നിന്ന് പഴുപ്പ് പോകുന്നവരെ, തൊണ്ടവേദന രോഗമുള്ളവർ കർത്താവ്, ശരീരത്തിൽ മുഴയുള്ളവരെ എല്ലാവരും നീ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പോകുന്നവർ, ജോലി കർത്താവ്, ജോലി സംബന്ധമായ വിഷയങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവർ, ഇൻ്റർവ്യൂ എഴുതുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളെല്ലാം എഴുതുന്നവർ കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടി ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി എടുക്കാൻ പോകുന്നവർ കർത്താവ് അവരെല്ലാം സാക്ഷികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, സാമ്പത്തികമായ തകർച്ചകൾ, വരുമാന മാർഗമില്ലാത്തവർ കർത്താവ്, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ കർത്താവ്, നടന്ന വഴികളിൽ എപ്പോഴും കലഹങ്ങളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിട്ട് കർത്താവ്, കേസ് അകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കർത്താവ്, കുടുംബത്തിലുള്ളവർ, വരുമാന മാർഗമുള്ളവർ കർത്താവ്, അകപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ്, കടമേടിച്ച് കഴിയുന്ന കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മക്കളെ കർത്താവ്, മക്കൾ ദൈവവിശ്വാസം കുറഞ്ഞു പോയവരെ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് അവരെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളെ കർത്താവ് അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ മാർഗ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹരേ